ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനേ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണേന്ന് അറിയോ? ഇടിച്ചക്ക തോരൻ, പയറുപ്പേരി, മാമ്പഴ പുളിശ്ശേരി, അങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു മുടക്ക് ദിവസമാണ്. അപ്പം ഞങ്ങൾ ഇനി പണിത്തിരക്കിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം അതിനു മുൻപ് നമ്മൾ അത്യാവശ്യം കുക്കിങ്, നമ്മുടെ ചോറും കൂട്ടാനും എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പം ഇന്ന് രാവിലെ തന്നെ ചോറും കൂട്ടാനും ഒക്കെ കഴിച്ച് നമ്മളങ്ങ് പണിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോവേ. നല്ല വെയിലായിട്ടുണ്ട്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പണിയിലേക്ക് പോവാം. നല്ല ഉഷ്ണവും കാര്യങ്ങളൊക്കെയാണ്. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല. ഡുണ്ടു കുട്ടാ, ഡുണ്ടു ഡുണ്ടു മോനെ, ഡുണ്ടു അല്ല അത്, ഡുണ്ടു താ. എന്തു ചെയ്യണവൻ? നീ എവിടെയായിരുന്നു പൊണ്ണോ? നീ എവിടെയായിരുന്നു എവിടെയായിരുന്നുടാ ജുണ്ടുകുട്ടാ? നിന്നിവിടെ ഞാൻ കുറേ അന്വേഷിച്ചു നടന്നല്ലോടാ. കുറേ അന്വേഷിച്ചുല്ലോ. നീ വരാണ്ട് എനിക്ക് വിഷമൊക്കെ ആയല്ലോ പൊണ്ണു. മൈൻഡ് ചെയ്തിട്ട് പോടാ. കുറേ നാളായില്ലേ നിന്നെ ഞാൻ കണ്ടിട്ട്. എത്ര ദിവസമായി വിളിക്കണു? ഡുണ്ടു, ഡുണ്ടു കുട്ടാ, മുത്തു. മീമി വേണോ? മീമി, മ്യാവ് മ്യാവ്. മീമി വേണോ? അങ്ക് നല്ല ദാഹം ഉണ്ടല്ലോ അല്ലേ? നിനക്ക് മീമി കൊണ്ടുവരട്ടേടാ. നിക്ക് മീമി വാടാ. എന്നടാ മീമി കശന വാ, കഴിച്ചോ. മീമി കഴിച്ചോ. വാ മീമി കഴിച്ചോ. വാ മീമി കഴിച്ചോ. ചുണ്ടടി മീമി വാ വാ. വെച്ചിട്ടെ ഇവിടെ വെച്ചിട്ടെ കഴിച്ചോടാ. മീമി കഴിച്ചോടാ. എവിടെയായിരുന്നു? ഇങ്ങോട്ട് നോക്കടന്നേ. ഡുണ്ടുകുട്ടാ വാടാ. വാ മീമി കഴിക്കാൻ പോയോ? എന്താ അങ്ങനെ ഇരിക്കണേ? എന്താ പിണങ്ങിയിരിക്കണേ? ഡുണ്ടു, ഡുണ്ടു, ഡുണ്ടുകുട്ടാ, ഡുണ്ടുകുട്ടാ വാടാ. മീമി കഴിക്കാൻ പോയോ? കാക്ക കൊണ്ടുട്ടാ, കാക്ക കൊണ്ടുപോവും. വാ. ഹലോ, ഞാനേ മുകളിലേക്ക് കയറാം കേട്ടോ. മുകളിൽ കുറേ കാലമായി ഞാൻ മുകളിലൊക്കെ ഒന്ന് കയറി അവിടെ എന്തൊക്കെയാ നോക്കിയിട്ട് മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കാറുണ്ട്. അപ്പോൾ ഒന്ന് കയറാണ്. എങ്ങനെ ഉണ്ടാകുമോ എന്താണെന്ന് എനിക്കറിയില്ല. വാങ്ങാനൊന്നുമില്ലല്ലോ. ഒറ്റ വാങ്ങിയില്ല, ഒന്നുമില്ല. വാങ്ങിയില്ലേ ചേട്ടാ? ഇറങ്ങാം. ഒന്നുമില്ല, കണ്ണിമാങ്ങ പോലുമില്ല. ഇറങ്ങട്ടെ. അങ്ങനെ അതെ, കഴിഞ്ഞ വർഷമല്ല, എല്ലാ വർഷവും മുകളിലാണ് നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട്. ധാരാളം മാങ്ങ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം എന്തോ ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ല അവിടെ നിന്ന് മാങ്ങ ഒക്കെ പൊട്ടിച്ച് ഞങ്ങളതൊക്കെ പഴിപ്പിക്കും. എനിക്ക് ടെറസിലിങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കയറി നോക്കിയതാ. അപ്പോൾ ഇല്ല. പിന്നെ ഇനിയിപ്പോൾ മൂവാണ്ടേൻ്റെ മാങ്ങ ഒക്കെ പൊട്ടിക്കാമെന്നാണ് ചേട്ടൻ പറയണേ. എല്ലാം ചൂടുമായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കാം. മാങ്ങയൊക്കെ വീണ് പോവാം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കാം കാര്യങ്ങൾ. ചേട്ടൻ മാങ്ങ പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ തോട്ടി കൊണ്ട് മാങ്ങയൊക്കെ പൊട്ടിച്ച് റെഡിയാക്കാം എന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നിട്ട് കേട്ടില്ല. അവിടേക്കൊന്നും എത്തില്ല അല്ലേ? എത്താ ചേട്ടൻ നിൽക്കുന്നത് മുകളിലാന്നുള്ള ഓർമ്മ വേണേ കുഞ്ഞാ.
എനിക്ക് പേടിയാണ്. അവിടെയാണല്ലേ, അതാണോ? അങ്ങനെ ഒരെണ്ണം കിട്ടി. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ മാങ്ങകളും ഇങ്ങനെ പൊട്ടിക്കാത്ത പരിപാടിയാണ് ആശാൻ. എല്ലാം ചെറുതാടോ, എല്ലാം ചെറുത് തന്നെയാ. നമുക്ക് പിന്നെ പൊട്ടിക്കാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ചെറുത് തന്നെയാ, വേണമെങ്കിൽ ഒന്ന് പൊട്ടിക്കാം. എടുത്തു അത് കിട്ടില്ല. ചേട്ടാ തുമ്പത്തിട്ടാ ചേട്ടാ നിക്കണത് മതിലുമയാണ്. അതും പാര പറ്റുമ്പോ കേറിയാ നിക്കണത്. വേണ്ട വേണ്ട, പറ്റില്ലെങ്കിൽ വേണ്ട. ഓ യെസ്, വീണു. ആ അതെ അതെ. എന്തോ വാസന ചേട്ടാ. ചേട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേക്ക് എന്തോ വേണോ, നല്ല വാസന. മൂവാണ്ടൻ്റെ ഹായ് വാണ്ടായിക്ക് എന്ത് വേണോ എൻ്റെ പൊന്നു. ചേട്ടനെ പൊട്ടിച്ചിട്ട് മതിയാവുന്നില്ല. താഴ്ത്തു വന്നിട്ട് പിടിക്കാവ് പറഞ്ഞിട്ട് കഴിയോ. കുറച്ച് അച്ചാറിട്ട് വയ്ക്കും, കുറച്ച് മക്കളത് നമുക്ക് തൊലിയൊക്കെ ചെത്തിയിട്ടേ ഫ്രിഡ്ജിലേക്ക് വെക്കാം, ഫ്രീസറിൽ. അതാണ് പ്ലാൻ. ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ, ഇരുമ്പാമ്പുളിയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടാ. പഴുത്തതാ വീണ് തുടങ്ങി നിലത്തൊക്കെ. ഇരുമ്പാമ്പുളിയുടെ പണി കാര്യങ്ങളൊക്കെ കഴിക്കണം. എപ്പോഴും കഴിക്കാൻ പാടില്ലല്ലോ, എന്നും കഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കഴിക്കാറില്ല കേട്ടോ, എനിക്ക് പറ്റില്ല. ഇത് കിട്ടാൻ വേണ്ടിട്ടേ, ഇതൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാട്. കുറേ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. ഇത്ര ഓരോരോ കാര്യങ്ങൾക്ക് എടുത്തു വയ്ക്കാം. മാങ്ങ ഒക്കെ ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കംപ്ലീറ്റ് മാങ്ങയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഇട്ടിട്ടുള്ളൂ. അയ്യോ അതാ വീണു. അങ്ങനെ മാങ്ങയെ കൊണ്ട് ഒരുപാട് മാങ്ങ പൊട്ടിച്ച് വെച്ചാലേ നമ്മൾക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെച്ചാൽ മഴക്കാലത്ത് ഉപയോഗിക്കാം. മാങ്ങയുടെ ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 1 മാസം കൂടി കഴിഞ്ഞാൽ മഴയായി. ഇനി ഏപ്രിൽ കഴിയല്ലോ, ഇനി മെയ് പകുതി ആയി കഴിഞ്ഞാൽ മഴയായി. അപ്പോൾ നമുക്കതൊക്കെ ഉപയോഗിക്കാടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ ഡേ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. മാങ്ങയുടെ ടാറ്റ പറയ്, ടാറ്റ പറയ്.